ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ റെസിപ്പി ഒരു ഈസി റെസിപ്പിയാണ്. ഇതുണ്ടാക്കിയാൽ കറികൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ദോശക്കെല്ലാം ഇത് മാത്രം മതി. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അതുകൊണ്ട് ഇത് ലഞ്ച് ബോക്സിന് അവർക്ക് കൊടുത്തു വിടുകയും ചെയ്യാം. ഇനി മടിയലുള്ള ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് ഇതുണ്ടാക്കിയാൽ മതി. ഒരു പണിയുമില്ല, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അപ്പം ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനിതാ ഒരു വലിയ സൈസ് സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ഞാനൊരു അരക്കപ്പ് അങ്ങനെ എടുത്തേക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/4 കപ്പ് തേങ്ങ എടുക്കാം. പിന്നെ വേണ്ടത് ഉപ്പും മുളക് പൊടിയുമാണ്. പിന്നെ ഇതാ 2 മുട്ട. അപ്പം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് ചൂടാക്കിയിട്ട് അതിലത്തേക്ക് ഇതുപോലെ 3 ടീസ്പൂൺ അങ്ങനെ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായാൽ സവാള അതിലത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ സവാള കുറച്ചും കൂടി തിന്നായിട്ട് കട്ട് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ പെട്ടെന്ന് കുറച്ച് വെളിങ്ങനെയാണ് കട്ട് ചെയ്തത്. അപ്പോൾ ഇതാ ഈ സവാള നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം. പെട്ടെന്ന് തന്നെ സോട്ടായിട്ട് കിട്ടും. ഇതാ വീഡിയോ കാണുന്ന പോലെ ഇതുപോലെ ആയി കിട്ടിയാൽ മതി. ഈ ഒരു ടൈമിൽ ഇതുപോലെ തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കണം. തേങ്ങ കുറച്ച് സോട്ടായി കിട്ടിയാൽ മതി. തേങ്ങ ഒന്ന് സോട്ടായാൽ ഇതുപോലെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടതാണ് ഇതുപോലെ 2 ടീസ്പൂൺ മുളക് പൊടി. ഇനി വീണ്ടും ഇത് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കണം. പിന്നെ ചേർക്കേണ്ടത് ഇതുപോലെ മുട്ടയാണ്. ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പം അതും കൂടി പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി വേറെ പണികളൊന്നുമില്ല. ഇനി ഈ മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്താൽ മതി. സ്ക്രാമ്പിൾ ചെയ്യേണ്ടത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവമായിരിക്കും. എനിക്ക് റെസിപ്പിയിൽ ഏറ്റവും ഇഷ്ടമുള്ള സംഭവം ഇതുപോലെ ഒക്കെ കൂടി സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നത്. ഈ എഗ്ഗെല്ലാം ഒന്ന് ഡ്രൈ ആയിട്ട് ഇതുപോലെ കിട്ടില്ലേ, അങ്ങനെ ആക്കിയെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്, ഒന്നും ആവശ്യമില്ല. വെറും മുട്ടയും തേങ്ങയും ഉള്ളിയും ഉണ്ടെങ്കിൽ സംഭവം റെഡി. ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാനിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്കിത് കാണുമ്പം തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റായത്. ദോശയുടെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. ഇത് നല്ല കോമ്പിനേഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മളെ ആട്ടപ്പൊടിയില്ലേ, ആട്ടപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന ദോശ, അതിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പം മസ്റ്റ് ട്രൈ ആണ്. ഇതുപോലെ ആട്ടദോശയും ഇതും ഉണ്ടെങ്കിൽ വേറൊന്നും ആവശ്യമില്ല. അടിപൊളി കോംബോ ആണ് ഇത് രണ്ടും. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.